But what is actually the difference between these two? ഇപ്പം ആക്ച്വലി നമ്മൾ തെർമൽ ഓക്സിഡേഷൻ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. തെർമൽ ഓക്സിഡേഷൻ്റെ കേസിലും നമ്മൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മൾ എന്താണ് ഈ പ്രോസസ്സ് ഹാപ്പൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞു, 900 to 1200 degrees Celsius. But what is the difference between thermal oxidation and rapid thermal oxidation is that here in rapid thermal oxidation we are just heating wafer rapidly at a high temperature for a short period of time. Okay, but in thermal oxidation it is actually happens for a particular time period, but here the rapid thermal oxidation which is actually happens for a short time period. ഓക്കെ, അതായത് ലെസ് ദാൻ 2 minutes മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിനെ ഹീറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, വി ക്യാൻ സി അബൌട്ട് 2 minutes മാത്രമേ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വി ക്യാൻ ഏബിൾ ടു സേ ദിസ് പ്രോസസ് ഈസ് ആക്ച്വലി റാപ്പിഡ് പ്രോസസ്. ദെർഫോർ വി ആർ ജസ്റ്റ് കോളിംഗ് ഇറ്റ് ആസ് റാപ്പിഡ് തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ room temperature which is actually maintained at 900 to 1000 degrees Celsius in less than 2 minutes. അപ്പം ടിപ്പിക്കലി ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കേസിൽ നമുക്ക് ഒരു ഇതിൻ്റെ കേസിൽ കോഴ്സ് കാരിയറിൻ്റെ കേസിൽ നമ്മൾ മോർ ദാൻ 1 wafers we can able to place, but here in this case we can able to place a single wafer at a time. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്, ലെസ് ദാൻ 2 minutes മാത്രമേ ഹീറ്റ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഹിയർ വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് ദ വേഫർ വിച്ച് ഈസ് ആക്ച്വലി ഒരു സിംഗിൾ വേഫർ വിച്ച് ഈസ് ആക്ച്വലി ഓക്സിഡൈസ്ഡ് അറ്റ് എ ടൈം. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റാപ്പിഡ് തെർമൽ ഓക്സിഡേഷൻ ആൻഡ് എ നോർമൽ തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പൻസ് in an oxidizing ambient of oxygen or nitric oxide or nitrogen dioxide എന്ന് പറയുന്ന ഇതിൻ്റെ എല്ലാം ഈ ആംബിയൻറ്റിലായിരിക്കും നമ്മൾ ഇത് ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റെസിസ്റ്റീവ് ഹീറ്റിംഗ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ബൈ യൂസിങ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ലാമ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പം ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ തെർമൽ ഓക്സിഡേഷൻ പ്രോസസ് ആൻഡ് റാപ്പിഡ് തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തെർമൽ ഓക്സിഡേഷൻ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ഫോർ എ പർട്ടിക്കുലർ ടൈം പീരിയഡ്, ബട്ട് the rapid thermal oxidation which is actually happens for a short period of time, about less than 2 minutes, okay, in an oxidizing ambient. That is the basic difference between thermal oxidation and rapid thermal oxidation. Okay, അപ്പം അത് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക ഓക്സിഡേഷൻ എന്താണെന്ന് ഉള്ളത്. അപ്പോൾ ഈ ഓക്സിഡേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്, ഡീൽ ഗ്രൂവ് മോഡൽ ഫോർ തെർമൽ ഓക്സിഡേഷൻ. ഓക്കെ, വട്ട് ഈസ് ആക്ച്വലി ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് ഇത് യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൈ യൂസിങ് ഡീൽ ഗ്രൂവ് മോഡൽ ഹൗ ക്യാൻ വി പ്രെഡിക്റ്റ് ദ തിക്നെസ് ഓഫ് തെർമൽ ഓക്സൈഡ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ആക്ച്വലി ദ ഇക്വേഷൻ. അപ്പം നമ്മളൊരു ഡെറിവേഷനാണ് ഇതിൽ ചെയ്യുന്നത്. ബൈ യൂസിങ് ഡീൽ ഗ്രൂവ് മോഡൽ വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദ oxide thickness or predicting the thickness of oxide by using the Dale Groove model for thermal oxidation. Okay, അപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഡീൽ ഗ്രൂവ് മോഡൽ വിച്ച് ഈസ് ആക്ച്വലി ഫോർ തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്, നോട്ട് റാപ്പിഡ് തെർമൽ ഓക്സിഡേഷൻ. ദിസ് ഈസ് ആക്ച്വലി ഫോർ തെർമൽ ഓക്സിഡേഷൻ. അപ്പം why we are going for Dale Groove model for thermal oxidation means it is used for predicting the thickness of for thermal oxide larger than 300 angstrom. Okay, അപ്പോൾ ഈ ആങ്സ്ട്രോം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ തിക്നെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുക. ഏകദേശം 10⁻⁻⁴ millimeter ആണ് ഒരു ആംസ്ട്രോം എന്ന് പറയുന്നത്. ഓക്കെ, 1 ആംസ്ട്രോം എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്, 10⁻⁻⁴ millimeter. ഓക്കെ, അപ്പം നമ്മൾ ഈ ഡീൽ ഗ്രൂവ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും ഓർ അപ്ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഓക്സൈഡ് തിക്നെസ് വിച്ച് ഈസ്
ലാർജർ ദാൻ 300 ആങ്സ്ട്രോം ആകുന്ന കേസിൽ, അതിൻ്റെ കേസിൽ മോർ ദാൻ 300 ആങ്സ്ട്രോം തിക്നെസ് ആകുമ്പോൾ അതിൻ്റെ തിക്നെസ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡീൽഗ്രൂ മോഡൽ ഓഫ് തെർമൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് എന്തിനാണ് വൈ വി ആർ ഗോയിങ് ഫോർ ഡീൽഗ്രൂ മോഡൽ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. 300 ആങ്സ്ട്രോമിൽ കൂടുതൽ തിക്നെസ് ഉള്ള ഓക്സൈഡിൻ്റെ തിക്നെസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് ഈ 300 ആങ്സ്ട്രോത്തിൽ മുകളിലുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് എത്ര വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്കൊരു നോർമൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം എങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല, ഹൈ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമില്ല. നമ്മൾ തെർമൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പൻസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 900 to 1200 degrees Celsius. But normally we can able to say the high temperature is not necessary for to happen an oxidation. Okay, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ടെമ്പറേച്ചർ ഇല്ലെങ്കിലും ഓക്സിഡേഷൻ നടക്കും. ബട്ട് എന്തായിരിക്കും പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ദ ഡിഫ്യൂസിവിറ്റി ഓഫ് സിലിക്കൺ ഇൻ സിലിക്കൺ ഡയോക്സൈഡ് ഇൻ സെവറൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് സ്മോളർ ദാൻ ഡിഫ്യൂസിവിറ്റി ഓഫ് ഓക്സിജൻ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സിലിക്കണിൻ്റെയും സിലിക്കൺ ഡയോക്സൈഡിൻ്റെയും ഡിഫ്യൂസിവിറ്റി സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ആക്ച്വലി ഹൗ വി ആർ ആക്ച്വലി ഫോമിങ് സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ സിലിക്കൺ ആണ്. ഈ സിലിക്കണിൻ്റെ മുകളിലാണ് നമ്മളുടെ സിലിക്കൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡിഫ്യൂസിവിറ്റി ഓഫ് സിലിക്കൺ ഇൻ സിലിക്കൺ ഡയോക്സൈഡ്, അപ്പോൾ ഈ സിലിക്കൺ ഡയോക്സൈഡിൽ ഡിഫ്യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവറൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് സ്മോളർ ദാൻ ഡിഫ്യൂസിവിറ്റി ഓഫ് ഓക്സിജൻ. അപ്പം സിലിക്കൺ ഡയോക്സൈഡിൽ ഇത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അപ്പം ഈ സിലിക്കൺ ഡയോക്സൈഡിൽ ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ എന്താണ് നമ്മൾക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കും ഓക്സിജനേക്കാൾ. ഓക്കെ, സ്മോളർ ദാൻ ഡിഫ്യൂസിവിറ്റി ഓഫ് ഓക്സിജൻ. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് സിലിക്കൺ ഡയോക്സൈഡിൽ ഡിഫ്യൂസ് ചെയ്യുന്നത് diffusivity of silicon in silicon dioxide in several order of magnitude smaller than diffusivity of oxygen. Therefore we can able to say the reaction which is actually occurs. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളുടെ ഗ്രോത്ത് പ്രോസസ്സ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡിന്റെ ഗ്രോത്ത് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് എവിടെയായിരിക്കും നടക്കുന്നത്, നമ്മളുടെ സിലിക്കണും സിലിക്കൺ ഡയോക്സൈഡും അതിൻ്റെയും ഇന്റർഫേസിലായിരിക്കും നമ്മളുടെ ഈ ഗ്രോത്ത് നടക്കുക. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് പറയാം, കെമിക്കൽ റിയാക്ഷൻ ഓർ ദ ഗ്രോത്ത് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് അറ്റ് ദ ഇന്റർഫേസ് ഓഫ് സിലിക്കൺ ആൻഡ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം സിലിക്കൺ ഡയോക്സൈഡ് ഫോം ചെയ്താൽ പിന്നെ നമ്മളുടെ ഗ്രോത്ത് നടക്കുന്നത് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എവിടെയായിരിക്കും നടക്കുന്നത്, ഈ സിലിക്കൺ ഡയോക്സൈഡിന്റെ ഇന്റർഫേസിലായിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ ആൻസറിലേക്ക് പോവുകയാണ്. റൂം ടെമ്പറേച്ചറിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ ഓക്സിഡേഷൻ പ്രോസസ്സ് നടത്തുന്നില്ല എന്നുള്ളതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ റൂം ടെമ്പറേച്ചറിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ആക്ച്വലി നമ്മളുടെ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള ഏത് എലമെന്റ്സിൻ്റെ ആണെങ്കിലും മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത് ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, അപ്പം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ മൂവ്മെന്റ് എന്നാണ് നമ്മൾ നോർമലായിട്ട് പറയുക. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് അത്രത്തോളം എഫക്റ്റീവ് അല്ല. അപ്പം നമുക്കിവിടെ ഈ നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ തിക്നെസ് വളരെ അത്യാവശ്യം ഫീൽഡ് ഓക്സൈഡ് ഒക്കെ വേണം എങ്കിൽ നമുക്ക് എന്ത് വേണം, ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിലുമാണല്ലേ നമുക്ക് തിക്ക് ഓക്സൈഡിനെയൊക്കെ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പം നമുക്ക് ഏറ്റവും സസ്റ്റൈൻഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഒക്കർ ആകണം എങ്കിൽ സിലിക്കൺ വേഫർ നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിഡൈസിങ് ആംഫിയനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉള്ള തിക്നെസ്സിൽ ഹൈ
തിക്നെസ്സിൽ ഉള്ള ഓക്സൈഡ് ലെയർ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇത്രയും ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് നടത്തണം എങ്കിൽ ഹൈ ടെമ്പറേച്ചർ നെസസറി അല്ല. ബട്ട് ഹൈ ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തിക്നെസ് കുറവായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കുറച്ച് തിക്നെസ് കൂടുതൽ നമുക്ക് ആവശ്യം ആണ് എങ്കിൽ നമ്മൾ എന്ത് വേണം? വി മസ്റ്റ് പ്രിഫർ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ തെർമൽ ഓക്സിഡേഷൻ ഇൻസ്റ്റെഡ് ഓഫ് നോർമൽ റൂം ടെമ്പറേച്ചർ ഓക്സിഡേഷൻ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് തെർമൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഡീൽ ഗ്രൂവ് മോഡൽ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ എപ്പോഴായിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ ഓക്സൈഡിൻ്റെ തിക്നെസ് 300 ആങ്സ്ട്രോമിനേക്കാൾ കൂടുതൽ ആകുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ തിക്നെസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് തെർമൽ ഓക്സിഡേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് തെർമൽ ഓക്സിഡേഷൻ നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സിലിക്കൺ ഡയോക്സൈഡ് ഒരു ജസ്റ്റ് സിലിക്കണും സിലിക്കൺ ഡയോക്സൈഡും ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇത് സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ജസ്റ്റ് വെർട്ടിക്കൽ നമ്മൾ ജസ്റ്റ് ചരിച്ച് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പം നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിലിക്കൺ ഡയോക്സൈഡും വെച്ചിട്ട് എവിടെയാണ് ഗ്രോത്ത് നടക്കുക എന്ന് പറഞ്ഞത്? ഈ സിലിക്കൺ ഡയോക്സൈഡിൻ്റെയും ഇൻ്റർഫേസിലാണ് നമ്മളുടെ കെമിക്കൽ റിയാക്ഷനും അതുപോലെ ഗ്രോത്തും എല്ലാം നടക്കുന്നത് എന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഡിഫ്യൂസിവിറ്റിയുടെ കേസൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു ടേം കൺസിഡർ ചെയ്യുന്നു. സി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ സി എന്ന് പറയുന്ന ടേം എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് ഈച്ച് പൊസിഷൻ. അതായത് ഓക്സിജൻ കോൺസെൻട്രേഷൻ ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് ഡിഫറെന്റ് പൊസിഷൻ. അപ്പോൾ ഏതൊക്കെ പൊസിഷൻസ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ വി ക്യാൻ സി ഏതൊക്കെ പ്ലേസിലാണ് നമ്മളുടെ കോൺസെൻട്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര ഓക്സിജൻ ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വി ക്യാൻ സി ഇവിടെ വി ക്യാൻ ഈ ഒരു കേസിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ നമ്മൾ ഡിഫറെൻറ്റ് പ്ലേസിൽ നോക്കുവാണെങ്കിൽ ഇത് നമ്മളുടെ ഗ്യാസ് ലെയർ ആണ്. അപ്പോൾ ഈ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ നടത്തുന്നത് ഞങ്ങളോട് പറഞ്ഞു ഒരു ഓക്സിഡൈസിങ് ആംബിയന്റിലാണ് അല്ലെങ്കിൽ ഗ്യാസ് ലെയറിലാണ് നമ്മൾ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്, വേഫർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലേ. വേഫർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഓക്സിഡൈസിങ് ആംബിയന്റിലാണ് നമ്മൾ ഈ വേഫർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മളുടെ ഓക്സൈഡ് ലെയർ ഓക്സിഡൈസിങ് പ്രോസസ്സ് നമ്മൾ നടക്കുന്നത്. ഒരു ഓക്സിഡൈസിങ് ആംബിയന്റിലാണ് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ സിലിക്കൺ ഡയോക്സൈഡ് ഇത് നമ്മളുടെ ഗ്യാസ് ലെയർ എന്ന് പറയാം. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഗ്യാസ് ലെയർ. ഓക്കെ, ഗ്യാസ് ലെയർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് സർഫേസ് എന്താണ്? വേഫറിന്റെ സർഫേസ് അല്ലെങ്കിൽ ഓക്സൈഡിന്റെ സർഫേസ്. ഓക്കെ, സർഫേസ് ഓഫ് വേഫർ. ഇത് ഓക്സൈഡ് ലെയർ ആണ്. ഇത് സിലിക്കൺ ഡയോക്സൈഡിന്റെയും ഇന്റർഫേസ് ആണ്. അപ്പൊ നമ്മൾ 4 കോൺസെൻട്രേഷൻ ഇവിടെ ഓരോ ഡിഫറെന്റ് പ്ലേസിലുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് കോൺസെൻട്രേഷൻ CG എന്ന് പറയുന്നത് എവിടെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഗ്യാസ് സ്ട്രീം. ഓക്കെ, ഗ്യാസ് സ്ട്രീമിലുള്ള അല്ലെങ്കിൽ ഗ്യാസ് ലെയറിൽ ഉള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ CG എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. CS എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫേസ് ഓഫ് വേഫർ. ഓക്കെ, വേഫറിന്റെ സർഫേസിലുള്ളത്. ഇത് നമ്മൾ ടോട്ടലി ഒരു വേഫറായിട്ട് കൺസിഡർ ചെയ്യാണ്. ഇത് അതിന്റെ മുകളിൽ ഓക്സൈഡ് ലെയർ ഫോം ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് നമ്മൾ ടോട്ടലി കൺസിഡർ ചെയ്യുമ്പോൾ സർഫേസ് ഓഫ് വേഫർ. ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ
oxygen in the gas at the surface of vapor. Oxygen in gas at a surface of vapor. അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് സർഫേസ് ഓഫ് വേപ്പർ. ആൻഡ് ഇതെന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഓക്സൈഡ് ലെയർ. ഓക്സൈഡ് ലെയറിലുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എന്താണ് CO എന്ന് കൺസിഡർ ചെയ്യുക. ഇതെന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് ഈ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഒരു ഫസ്റ്റ് ടേം നമ്മൾ കൺസിഡർ ചെയ്ത് C എന്ന് പറയുന്ന ടേമാണ്. C ഈസ് ആക്ച്വലി എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഫസ്റ്റ് ഗ്യാസ് സ്ട്രീമിലുള്ളത്, സെക്കൻഡ് സർഫേസ് ഓഫ് വേഫർ, ഇത് ഓക്സൈഡ് ലെയറിൽ ഇന്റർഫേസിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനിയിപ്പം അടുത്ത ഒരു ടേമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. J എന്ന് പറയുന്ന ഒരു ടേമാണ് കൺസിഡർ ചെയ്യുന്നത്. J എന്ന് പറയുന്നത് ഓക്സിജൻ ഫ്ലക്സ് എന്നാണ് പറയുക. അപ്പോൾ വാട്ട് ഈസ് ഓക്സിജൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ഓക്സിജൻ ഫ്ലക്സ് ഇപ്പം നമ്മൾ ഇവിടെ എല്ലാം കൺസിഡർ ചെയ്യുന്നത് ഓക്സിജന്റെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ. സെക്കൻഡ് ടൈം ഈസ് ഓക്സിജൻ ഫ്ലക്സ്. ഓക്സിജൻ ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ദാറ്റ് ക്രോസസ് എ പ്ലെയിൻ ഓഫ് സെർട്ടൈൻ ഏരിയ ഇൻ സെർട്ടൈൻ ടൈം. അതായത് നമ്മൾ ഓക്സിജൻ മോളിക്യൂൾസ്, അപ്പോൾ ഡിഫറെൻറ്റ് ഓക്സിജൻ ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഈ ഓക്സിജൻ ഫ്ലക്സ് എന്ന് പറയുന്നതാണ്. എത്ര നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ക്രോസസ് എ പ്ലെയിൻ ഓഫ് സെർട്ടൈൻ ഏരിയ ഇൻ സെർട്ടൈൻ ടൈം. അപ്പം ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ സെർട്ടൈൻ ഏരിയയിൽ സെർട്ടൈൻ ടൈമിൽ നമ്മൾ എത്രത്തോളം ഓക്സിജൻ ക്രോസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഓക്സിജൻ ഫ്ലക്സ് വഴി പറയുക. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യാനും നമ്മൾ ഡിഫറെൻറ്റ് റീജിയൻസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ ഉള്ള ഓക്സിജന്റെ ക്രോസസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് J1 എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഗ്യാസിൽ നിന്ന്, ഗ്യാസ് സ്ട്രീം അല്ലെങ്കിൽ ഗ്യാസ് പ്ലെയിനിൽ നിന്നും സർഫേസ് ഓഫ് വേഫറിലേക്കുള്ള ഓക്സിജന്റെ മൂവ്മെന്റിനെ നമ്മൾ J1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തെന്താണ്? സർഫേസിൽ നിന്നും അല്ലെങ്കിൽ ഓക്സൈഡ് ലെയറിൽ നിന്നും അതിന്റെ ഇന്റർഫേസിലേക്കുള്ള ഓക്സിജന്റെ സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസിലേക്കുള്ള ഓക്സിജന്റെ ക്രോസസ് അല്ലെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്സ്, അതാണ് J2 എന്ന് റെപ്രസെന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, സർഫേസിൽ നിന്ന് ഓക്സൈഡിലേക്കുള്ള ഓക്സിജന്റെ മൂവ്മെന്റ്. അടുത്തത് എന്താണ്? J3 എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസിൽ ഉള്ള ഓക്സൈഡിന്റെ അല്ലെങ്കിൽ ഓക്സിജന്റെ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ J3 എന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പം നമ്മൾ 3 J ടൈംസ് ഓക്സിജൻ ഫ്ലക്സ്, നമ്മളിപ്പം 4 കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ നമ്മൾ കൺസിഡർ ചെയ്തു. CG, CS, C0, CI. അതെന്താണെന്ന് ക്ലിയർ ആയില്ലേ? CG എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഗ്യാസ് സ്ട്രീം, ആൻഡ് CS ഈസ് ആക്ച്വലി കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ അറ്റ് ദ സർഫേസ് ഓഫ് വേപ്പർ, ആൻഡ് തേർഡ് വൺ ഈസ് ആക്ച്വലി C0. C0 is actually the concentration of oxygen in the oxide layer. Okay, and CI is actually concentration of oxygen at the silicon dioxide interface. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്ത ഓക്സിജൻ ഫ്ലക്സ്, നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് വിച്ച് ക്രോസസ് എ സെർട്ടൈൻ പ്ലെയിൻ ഇൻ സെർട്ടൈൻ ടൈം, ദാറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് ഓക്സിജൻ ഫ്ലക്സ്. അപ്പം ഇതിന് നമ്മൾ 3 ഓക്സിജൻ ഫ്ലക്സസ് കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ഓക്സിജൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ലെയറിലെ ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഗ്യാസ് ലെയറിലുള്ള ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓക്സൈഡ് ലെയറിലുള്ള, അങ്ങനെ നമുക്ക് പറയാം, ഓക്സൈഡ് ലെയറിൽ ഉള്ള ഓക്സിജന്റെ എന്താണ് മൂവ്മെന്റ് അല്ലെങ്കിൽ ക്രോസിങ്, അതിനെ നമ്മൾ J2 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇന്റർഫേസിലുള്ള ഓക്സിജന്റെ ട്രാൻസ്പോർട്ടിനെ നമ്മൾ എന്ത് പറയും? C3 എന്ന് പറയും, J3 എന്ന് പറയും. അപ്പം ഈ 3 ടേംസും നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പം ഓക്സിജൻ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് ഓക്സിജൻ കോൺസെൻട്രേഷൻ വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പം ഓക്സിജൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സെർട്ടൈൻ പ്ലെയിനിൽ ഉള്ള ഓക്സിജന്റെ മൂവ്മെന്റ്സ്, ക്രോസിങ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ഓക്സിജൻ ഫ്ലക്സ് എന്ന് പറയാം. അപ്പം നമുക്ക് 3 ഓക്സിജൻ ഫ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സ്ട്രീമിൽ ഉള്ള ഓക്സിജന്റെ ഫ്ലക്സ്, സെക്കൻഡ് ഓക്സൈഡിലുള്ള ഓക്സിജന്റെ ഫ്ലക്സ്, തേർഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്?
നമ്മളുടെ ഇൻ്റർഫേസിലുള്ള ഓക്സിജൻ്റെ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഈ 3 മൂവ്മെൻറ്റ്സും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അത് 3ഉമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് അക്രോസ് ഗ്യാസ് ലെയർ. ഓക്കെ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് അറ്റ് ദ ഗ്യാസ് ലെയർ. അപ്പോൾ ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ട് അറ്റ് ദ ഗ്യാസ് ലെയർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ ടേമിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആക്ച്വലി ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്യാസ് ആൻഡ് ഓക്സൈഡ് സർഫേസ്. അതായത് നമുക്ക് ഈ J1 എന്ന് പറയുന്ന ടേം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ ദ ഗ്യാസ് ലെയർ നമുക്ക് കണ്ടുപിടിക്കണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഗ്യാസ് സ്ട്രീമും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് ദ സ്റ്റാഗ്നന്റ് ഗ്യാസ് ലെയറും സർഫേസ് ഓഫ് ഓക്സൈഡും നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, സർഫേസ് ഓഫ് ഓക്സൈഡ് ഓർ സർഫേസ് ഓഫ് വേഫറും നമ്മൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് ഇൻറ്റു എന്താണ് നമ്മളുടെ മാസ് ട്രാൻസ്പോർട്ട് കോയിഫിഷ്യൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് J1 എന്ന് പറയുന്നത് we can able to get J1 is get from the difference of concentration of gas oxygen concentration at the gas stream and the difference between the concentration at the gas stream and എന്താണ് സർഫേസ് ഓഫ് വേഫർ. അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ രണ്ടിൻ്റെയും ഡിഫറൻസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് പറയുന്നത്, ഇതിൻ്റെ ട്രാൻസ്പോർട്ട്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് അറ്റ് ദ ഗ്യാസ് ലെയർ വി ക്യാൻ ഏബിൾ ടു ഗെറ്റ്. അപ്പോൾ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് A1 ഈസ് ഈക്വൽ ടു Hg ഇൻറ്റു Cg മൈനസ് CS. അപ്പോൾ ഈ Cg മൈനസ് CSനെ ഞാൻ ഓൾറെഡി പറഞ്ഞു, കോൺസെൻട്രേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്യാസ് ഫ്ലോ ആൻഡ് oxide surface. Okay, and Hg, which is actually known as mass transport coefficient in centimeter per second. അപ്പം Hg എന്ന് പറയുന്നത് മാസ് ട്രാൻസ്പോർട്ട് കോയിഫിഷ്യൻറ്റ്. അപ്പം മാസ് ട്രാൻസ്പോർട്ട് കോയിഫിഷ്യൻറ്റ് ഇൻറ്റു ദ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്യാസ് ആൻഡ് എന്താണ് ഓക്സൈഡ് സർഫേസ്. ഓക്കെ, അപ്പം J1 ഈസ് ആക്ച്വലി Hg ഇൻറ്റു Cg മൈനസ് CS ഈസ് ആക്ച്വലി നോൺ ആസ് J1. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി J1. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടണം, J2 കണ്ടുപിടിക്കണം. ഈ നമ്മൾ ആക്ച്വലി എന്താണ് കാണാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഐഡിയ ഉണ്ടാകണം. വാട്ട് യു ആർ ആക്ച്വലി ഗോയിങ് ടു ഡു ബൈ യൂസിങ് ഡീൽ ഗ്രൂവ് മോഡൽ. ഡീൽ ഗ്രൂവ് മോഡലിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്, വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ഓർ പ്രെഡിക്റ്റിംഗ് ദ തിക്നെസ് ഓഫ് ഓക്സൈഡ് ലെയർ ഗ്രേറ്റർ ദാൻ 300 ആംസ്ട്രോം. ഓക്കെ, ആങ്സ്ട്രോം ആകുമ്പോൾ 300 ആങ്സ്ട്രോമിനേക്കാൾ കൂടുതൽ നമ്മളുടെ തിക്നെസ് ആകുമ്പോൾ സമയത്തുള്ള ഓക്സൈഡിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു കോൺസെൻട്രേഷൻ അറ്റ് ഡിഫറെൻറ്റ് ലെയേഴ്സ് കണ്ടുപിടിച്ചു, പിന്നെ ഓക്സിജൻ ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് മാത്രം പോരാ നമുക്ക്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഓക്സിജൻ ഫ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് അക്രോസ് ഓക്സൈഡ് ലെയർ. ഓക്സൈഡ് ലെയറിലുള്ള ഓക്സിജന്റെ ഫ്ലക്സ് അല്ലെങ്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതാണ് നമ്മളുടെ J2 എന്ന് പറയുന്നത്, അല്ലേ. ഈ ഓക്സൈഡ് ലെയറിലുള്ള ഓക്സൈഡ് ലെയറാണിത്, സിലിക്കൺ ഡയോക്സൈഡ് ലെയറാണ്. ഈ ഓക്സൈഡ് ലെയറിലുള്ള ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സ് ലോ എന്ന് പറയുന്ന ലോ ആണ്. അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ഡിഫ്യൂഷൻ, ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ലോ പഠിക്കുന്നുണ്ട്. അത് പ്രകാരം നമുക്ക് എന്ത് കിട്ടും, J2 എന്ന് പറയുന്നത് D0 ഇൻറ്റു C0 മൈനസ് CI ഡിവൈഡഡ് ബൈ X0. അപ്പം C0 മൈനസ് CI. അപ്പം ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ D0 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഡിഫ്യൂസിവിറ്റി ഓഫ് ഓക്സിജൻ ഇൻ സിലിക്കൺ ഡയോക്സൈഡ്. അപ്പം നമുക്കറിയാം സിലിക്കൺ ഡയോക്സൈഡിൽ ഓക്സിജന്റെ ഡിഫ്യൂസിവിറ്റി, അതിനെയാണ് നമ്മളെന്ന് പറയുക D0 എന്ന് പറയാം. ഡിഫ്യൂസിവിറ്റി ഓഫ് എന്താണ് ഓക്സിജൻ ഇൻ സിലിക്കൺ ഡയോക്സൈഡ് ആൻഡ് വിച്ച് ഈസ് X0 എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ഓക്സൈഡ്. അപ്പം നമ്മൾ ഈ രണ്ട് ടേമിൽ നിന്നുമാണ് തിക്നെസ് ഓഫ് ഓക്സൈഡിനെ നമ്മൾ X0 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നമ്മൾ D0 എന്ന് പറയുന്ന ടേം ഡിഫ്യൂസിവിറ്റി ഓഫ് ഓക്സിജൻ ഇൻ സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് ലെയറിലെ ഓക്സിജന്റെ ഡിഫ്യൂസിവിറ്റിയും വെച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നു, C0 മൈനസ് CI ഡിവൈഡഡ് ബൈ X0 ഇൻറ്റു D0. ഓക്കെ, C0 മൈനസ് CI
C0 minus Ci divided by X0 into D0. That is actually known as എന്താണ് ഫിക്സ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, D0 into C0 മൈനസ് C0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഓക്സൈഡിലെ. Ci എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്റർഫേസിലുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓക്സൈഡ് കോൺസെൻട്രേഷൻ of oxygen in oxide layer minus at the interface, that is actually into diffusivity of oxygen in silicon dioxide divided by X0 ആയിരിക്കും J2 എന്ന് പറയുന്നത്. അപ്പം J1 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു മാസ് ട്രാൻസ്പോർട്ട് കോയിഫിഷ്യന്റ് ഇൻറ്റു ദ ഡിഫറൻസ് ഓഫ് Cg മൈനസ് Cs. ബട്ട് ഇൻ J2 കണ്ടുപിടിച്ചപ്പോൾ എന്ത് ചെയ്തു? D0 ഇൻറ്റു C0 മൈനസ് Ci ഡിവൈഡ് ബൈ X0. ഇത് ഫിക്സ് സെക്കൻഡ് ലോ ആണ് പറയുന്നത്. അതെന്താണ് നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഫിക്സ് ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫിക്സിന് 2 ലോ ഉണ്ട്, അതിൽ സെക്കൻഡ് ലോ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് കാണാം. അപ്പോൾ J2 എന്ന് പറയുന്ന ടേം നമ്മൾ കണ്ടു, J1 എന്ന് പറയുന്ന ടേം കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് J3 എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ ഈ J3 എന്ന് പറയുന്ന ടേം നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു വാട്ട് ഈസ് J3. J3 ഈസ് ആക്ച്വലി ദ ഓക്സിജൻ ട്രാൻസ്പോർട്ട് അറ്റ് ദ സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസ്. അപ്പം സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസിൽ ഉള്ള എന്താണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ J3 എന്ന് വിളിക്കുക. അപ്പം J1 എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് ലെയറിലുള്ള ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്. J2 എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഓക്സൈഡ് ലെയറിലുള്ള ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്. അത് കണ്ടുപിടിക്കാൻ ഡിഫ്യൂഷൻ ഫിക്സ്ഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആണ് യൂസ് ചെയ്തതെങ്കിൽ നമ്മൾ ഇന്റർഫേസിൽ ഉള്ള ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് അറ്റ് ദ സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസ് വിച്ച് ഈസ് ആക്ച്വലി ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് എന്താണ് ഒരു റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ പറയുക. അപ്പം ഫ്ലക്സ് ഡ്യൂ ടു oxygen reacting with the silicon at the interface which is actually given by J3 is equal to Ks into Ci. അപ്പം എന്താണ് ഈ Ks into Ci വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഏതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, Ks into Ci. അപ്പം Ks എന്ന് പറയുന്നത് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടേമാണ്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ചാൽ മാത്രം മതി. Ci എന്ന് പറഞ്ഞാൽ അറിയാം കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് ദ സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസ്. ഇപ്പം Ks ഇൻറ്റു അതായത് റിയാക്ഷൻ അവിടെ സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസിലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് നടക്കുന്നത്? നമ്മളുടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസിലാണ്. അപ്പം ആ റിയാക്ഷൻ റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന അറ്റ് ഇന്റർഫേസിൽ ഉണ്ടാകുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് പറയാൻ പറ്റും ഈസ് ആക്ച്വലി പ്രപ്പോർഷണൽ ടു ദ ഓക്സിജൻ കോൺസെൻട്രേഷൻ. എത്രത്തോളം ഓക്സിജൻ ഉണ്ടോ അത്രത്തോളം എന്താണ് സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസിൽ റിയാക്ഷൻസ് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ്. Therefore this reaction rate constant which is actually depends on what oxygen concentration. Okay, അപ്പം നമുക്ക് ഈ J1 J2 J3 എന്നീ 3 ടേംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. J1 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് അറ്റ് ഗ്യാസ് ലെയർ, J2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് അറ്റ് എന്താണ് ഓക്സൈഡ് ലെയർ, ആൻഡ് J3 ഓക്സിജൻ ട്രാൻസ്പോർട്ട് അറ്റ് സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസ്. ഓക്കെ, ഇത് 3ഉം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ജനറലി വി ക്യാൻ ഏബിൾ ടു സേ ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ 3 ഓക്സിജൻ ട്രാൻസ്പോർട്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്തായിരിക്കും? നമ്മൾ J1 J2 J3 എന്ന് പറയുന്ന 3 ഓക്സിജൻ ട്രാൻസ്പോർട്ടും ഈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. Therefore we can able to combine this 1, 2 and third equation, that is J1 J2 J3. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന 4 ടേംസ് ഉണ്ട്, C0 Ci Cs. ഓക്കെ, ഈ 3 അതുപോലെ തന്നെ ഈ ടേംസും വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പുതിയൊരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ 3 ടേംസും അറിയത്തില്ല. Ci എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് ഇന്റർഫേസ് എത്രയാണെന്ന് നമുക്കറിയാമോ? അറിയില്ല.
അതുപോലെ തന്നെ C0 എന്ന് പറഞ്ഞാൽ ഓക്സൈഡ് ലെയറുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അറിയാമോ? എത്രത്തോളം കോൺസെൻട്രേഷൻ ആണ് ഓക്സൈഡ് ലെയറിൽ ഓക്സിജൻ ഉള്ളത് എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഗ്യാസ് ലെയറിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല. അപ്പം ഇതെല്ലാം നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഓക്സൈഡിന്റെ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഇതിൽ നിന്നും അറിയാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ നമുക്കറിയാമോ? കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ നമുക്കറിയില്ല. ഗ്യാസിലുള്ള കോൺസെൻട്രേഷൻ സർഫേസിൽ എത്രത്തോളം ഓക്സിജൻ ഉണ്ടെന്ന് അറിയത്തില്ല, ഇന്റർഫേസിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഓക്സൈഡ് ലെയർ വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് ഹെൻറീസ് ലോ. ഓക്കെ, ഒരു ഹെൻറീസ് ലോ വെച്ചിട്ട് നമുക്ക് ഓക്സൈഡ് ലെയറിൽ എത്രത്തോളം ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് സ്പീഷ്യസ് ഡിസോൾഡ് ഇൻ എ സോളിഡ്. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു ഗ്യാസ് സ്പീഷ്യസ് ഒരു പർട്ടിക്കുലർ സോളിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും എന്താണെന്ന് പറയുന്നത്? അതിൻ്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് സ്പീഷ്യസ് ഇൻ ഗ്യാസ് ജസ്റ്റ് അബവ് ദ സോളിഡ് സർഫേസ്. അപ്പം ഒരു ഹെൻറീസ് ലോ എന്ന് പറയുന്ന ലോ ഇതിങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? നമുക്ക് ഒരു ഗ്യാസ് സ്പീഷ്യസ് ആണ്, നമ്മൾ ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് സ്പീഷ്യസ് ആണ്. ഈ ഗ്യാസ് സ്പീഷ്യസ് നമ്മൾ സോളിഡിലാണ് എന്ത് ചെയ്യുന്നത്? ഡിസോൾവ് ആകുന്നത്. അങ്ങനെയാണ് നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നത്. അപ്പം equilibrium concentration of gas species which is actually dissolved in a particular solid is actually proportional to what? Partial pressure of that particular gas species. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കേസ് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ ഓഫ് oxygen which is dissolved in a silicon which is actually proportional to what? The partial pressure of oxygen in the gas just above the silicon surface. അത് വെച്ചിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാം C0 ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ C0 എന്ന് പറയുന്ന ടേം എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഓക്സൈഡ് ലെയർ, ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്പീഷ്യസ് വെച്ചിട്ട് നമുക്ക് എഴുതാം പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്പീഷ്യസ് ജസ്റ്റ് അബവ് ദ സോളിഡ് സർഫേസ്. അപ്പം നമുക്ക് HA എന്ന് പറയുന്നത് എന്താണ്? ഇത് C0 ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? C0 ഈസ് പ്രൊപ്പോർഷണൽ ടു PS എന്നാണ് നമുക്ക് പറയാം. PS എന്നാണ്. C0 ഈസ് പ്രൊപ്പോർഷണൽ ടു PS. Therefore, we can able to say this C0 is directly proportional to PS. Therefore, C0 is equal to HPS എന്ന് നമുക്ക് എഴുതാം. Therefore, HPSൽ നമ്മൾ we can able to rewrite this as പാർഷ്യൽ പ്രഷറിനെ നമുക്ക് KTCS എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അത് നമുക്ക് പറയാം. അപ്പം PS-നെ നമുക്ക് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, HPS എന്നാണ് നമ്മളുടെ C0ൻ്റെ വാല്യൂ. അതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതുവാണെങ്കിൽ KT × CS എന്ന് എഴുതാം. PS-ന് പകരം KTCS എന്ന് എഴുതാം. അപ്പം നിങ്ങൾ C0 എന്ന് പറയുന്നത് ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അൺനോൺ ആയിരുന്ന ഒരു ടേം നമുക്ക് കിട്ടി. എന്താണ്? നമ്മളുടെ C0 കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഓക്സൈഡ് ലെയർ വി ഗോട്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഇക്വേഷൻസ് കിട്ടിയത് ഇക്വേഷൻസ് വെച്ചിട്ട് വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, നമ്മളിപ്പം കണ്ട 4-5 ഇക്വേഷൻസ് വെച്ചിട്ട് J1, J2, J3, അതുപോലെ തന്നെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ J1ഉം J2ഉം J3യും ഇക്വിലിബ്രിയത്തിൽ ഈക്വൽ ആണെന്നാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഫിഫ്ത്ത് ഇക്വേഷനായിട്ട് കണ്ടുപിടിച്ചത് C0ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? CIയുടെ വാല്യൂ C0ൻ്റെ വാല്യൂ നമ്മൾ വീണ്ടും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ CI എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് ദ ഇന്റർഫേസ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അറ്റ് ദ ഇന്റർഫേസ് വിച്ച് ഈസ് ആക്ച്വലി ഇന്റർഫേസ്. അതുപോലെ തന്നെ C0 എന്ന് പറഞ്ഞാൽ ഓക്സൈഡ് ലെയറിലുള്ളത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വി ക്യാൻ സി ഈ ഡിഫറെൻറ്റ് ഇക്വേഷനിൽ നിന്ന്, ഇത് ഡയറക്റ്റായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതാണ്, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുറേ സ്റ്റെപ്പുകളുണ്ട്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ 1 to 5 നമ്മളിപ്പോൾ കണ്ട ഇക്വേഷൻസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഈ CIയുടെ വാല്യൂ കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. എന്താണ്? CI ഈസ് ഈക്വൽ ടു HPG ഡിവൈഡഡ് ബൈ
1 plus Ks by H plus Ks by X, Ks into X naught divided by D. ഇത് ബൈ ഹാർട്ട് ചെയ്യുക. സി ഐ എന്ന് പറയുന്ന ഇന്റർഫേസിൽ ഉള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് പി ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ എസ് ബൈ എച്ച് പ്ലസ് കെ എസ് ഇൻറ്റു എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡി. അപ്പം ഇവിടെ പി ജി എന്ന് പറയുന്നത്, പി എസ് എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, സ്പീഷീസ് അറ്റ് ദ ഗ്യാസ്. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് സ്പീഷീസ് അറ്റ് ദ ഗ്യാസ് ജസ്റ്റ് അബവ് ദ സോളിഡ് സർഫേസ് എന്നാണ്. അപ്പം അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ബൾക്ക് ഗ്യാസ് പ്രഷർ എന്നാണ് നമ്മൾ പി എസിനെ പകരം പി ജി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ എന്താണ്, വി ആർ ജസ്റ്റ് കൺസിഡറിങ് അവർ ഓക്സിഡേഷൻ സിസ്റ്റം ഇൻസൈഡ് എ പർട്ടിക്കുലർ ഫർണസ്. അപ്പം ആ ഫർണസിൽ ഉള്ള ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് പി ജി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പി എസിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പി ജി എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ പി ജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. എച്ച് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഓക്കെ, ഈ സ്മോൾ എച്ച് എന്ന് പറയുന്ന ടേം നമ്മൾ കാണുന്നുണ്ട്. ഈ സ്മോൾ എച്ചിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് എച്ച് ജി ഡിവൈഡഡ് ബൈ എച്ച് കെ ടി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുണ്ട്. എച്ച് ജി എന്ന് പറഞ്ഞാൽ മാസ് ട്രാൻസ്പോർട്ട് കോഎഫിഷ്യന്റ് ആണ്. ഇതിപ്പോൾ കുറേ ഇങ്ങനത്തെ ടേംസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ബൈ ഹാർട്ട് ചെയ്യുക, ഇതിൻ്റെ ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചോളുക. എച്ച് പി ജി, എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. പി ജി എന്ന് പറഞ്ഞാൽ ബൾക്ക് ഗ്യാസ് പ്രഷറാണ്. അതുപോലെ തന്നെ 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ജി ബൈ എച്ച് കെ ടി ആണ്. നമ്മൾ കെ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫ്യൂസിവിറ്റി ഓഫ് ഓക്സൈഡ്, ഓക്സൈഡ് ഡിഫ്യൂസിവിറ്റി, ഓക്സിഡന്റ് ഡിഫ്യൂസിവിറ്റി ഓഫ് ഓക്സൈഡ്. അതായത് ഡിഫ്യൂസിവിറ്റി ഓഫ് ഓക്സൈഡിനെയാണ്, ഓക്സിജനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡി എന്ന് നമ്മൾ പറയുക. അതുപോലെ തന്നെ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഓക്സൈഡ് തിക്നെസ് ആണ്. ഓക്കെ, ഓക്സൈഡിന്റെ തിക്നെസ്സിനെയാണ് നമ്മൾ നേരത്തെ ഇത് വെച്ചപ്പോൾ കൺസിഡർ ചെയ്താണ്. എക്സ് നോട്ട് എന്ന് പറയുന്ന ടേം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇക്വേഷനിൽ. അപ്പം ഓക്സൈഡ് തിക്നെസ്സിനെയാണ് നമ്മൾ എക്സ് നോട്ട് എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സി ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. ഫ്രം ദാറ്റ് വി സി ഐ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഏബിൾ ടു ഈസിലി ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എന്താണ്, we can also find out the value of C naught. Okay, C naught എന്ന് പറഞ്ഞാൽ എച്ച് പി ജി ഇൻറ്റു 1 പ്ലസ് കെ എസ് ബൈ എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ എസ് ബൈ എച്ച് ഇൻറ്റു കെ എസ് ഇൻറ്റു എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സി ഐയും സി നോട്ടും തമ്മിൽ നിങ്ങൾ ഇക്വേഷൻ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ, ഈ ഒരു സെക്ഷൻ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കി സെയിം ആണ്. ഇത് സി ഐ എന്ന് പറയുന്നത് എച്ച് പി ജി ഡിവൈഡ് ബൈ 1 പ്ലസ് കെ എസ് ബൈ എച്ച് പ്ലസ് കെ എസ് ബൈ എക്സ് നോട്ട് എന്നാണ്. അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, 1 പ്ലസ് ഇൻറ്റു 1 പ്ലസ് കെ എസ് ബൈ എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡിയും കൂടെ ആയാൽ എന്തായി, സി നോട്ടായി. അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിക്കുക. അപ്പം ഇത് സി നോട്ടും സി ഐയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് തെർമൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ ഓക്സൈഡിൻ്റെ തിക്നെസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓക്സൈഡിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് യു ആർ ആക്ച്വലി, നമ്മൾ എന്ത് മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ, കോൺസെൻട്രേഷൻ അറ്റ് ദ ഇൻ്റർഫേസിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ഓക്സൈഡ് ലെയറിലുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷനും മാത്രം നമുക്ക് മതി. അതുകൊണ്ടാണ് നമ്മൾ സി ഐയും സി നോട്ടും മാത്രം ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ഒരു സിലിക്കൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇന്റർഫേസിലാണ് നമ്മളുടെ ഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രോത്ത് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, നമ്മൾ ഈ ഒരു പൊസിഷനിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജന്റെയും ഇന്റർഫേസിൽ ഉള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഓക്സൈഡിന്റെ തിക്നെസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഗ്രോത്ത് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലക്സ് അറ്റ് ദ ഇന്റർഫേസ് ബൈ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളോട് ചോദിക്കുകയാണ് ചിലപ്പോൾ ബൈ യൂസിങ് ഡീൽ ഗ്രൂവ് മോഡൽ
ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ഗ്രോത്ത് റേറ്റ്? ഓക്കെ, അതാണ് നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. ചുമ്മാ ഇത്ര എഴുതിയാൽ പോരാ, ഗ്രോത്ത് റേറ്റ് കൂടി എഴുതണം. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? J3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഓക്സിജൻ ഫ്ലക്സ് അറ്റ് ദ ഇന്റർഫേസ് ഡിവൈഡഡ് ബൈ N1. N1 എന്ന് പറഞ്ഞ ടേം നിങ്ങൾ മനസ്സിലാക്കുക. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പം നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് എത്രയാണ്, അതുപോലെ തന്നെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് അറ്റ് ദ ഇന്റർഫേസ്. അപ്പം ഇന്റർഫേസിൽ ഉള്ള ഓക്സിജന്റെ ട്രാൻസ്പോർട്ടും എത്ര നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് യൂണിറ്റ് വോളിയം ഓഫ് സിലിക്കൺ ഡയോക്സൈഡിൽ ഉണ്ട്, ഓക്കെ, അത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളുടെ ഗ്രോത്ത് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. J3/N1. J3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. J3 ഈസ് KS ഇൻറ്റു CI എന്നാണ്. ഓക്കെ, J3 ഈസ് KS ഇൻറ്റു CI. ഈ KS ഇൻറ്റു CI ഡിവൈഡ് ബൈ N1 ആയിരിക്കും നമ്മളുടെ എന്ത് ഗ്രോത്ത് റേറ്റ് എന്ന് പറയാം. അപ്പം KS ഇൻറ്റു CI നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. HPG ഡിവൈഡഡ് ബൈ 1 പ്ലസ് KS ബൈ H പ്ലസ് KS X0 ഡിവൈഡഡ് ബൈ D. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുന്നേ ഉള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എന്താണ് ഈ KS അതെവിടെ വെച്ചു? CIക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഉണ്ട്, ഡിവൈഡഡ് ബൈ N1. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുകയാണ് ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് എന്താണ് ഓക്സൈഡ് ലെയർ ബൈ യൂസിങ് എന്താണ് തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. HKS ഡിവൈഡ് ബൈ PG ഡിവൈഡ് ബൈ. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. J3യുടെ ഇക്വേഷൻ KS ഇൻറ്റു CI ആണെന്നറിയാം, ഡിവൈഡഡ് ബൈ N1 ആണ്. CIയുടെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഓക്സൈഡ് ഹാസ് 2.2 ഇൻറ്റു 10⁻22 സിലിക്കൺ oxide per cubic centimeter and 1 oxygen molecule is incorporated into each silicon dioxide molecule. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിൽ നമ്മൾ N1ൻ്റെ വാല്യൂ നോർമലായിട്ട് ചൂസ് ചെയ്യുന്നത് എത്രയാണ്? അത് മാത്രം നിങ്ങൾ ഇത്രയും കൂടുതലായിട്ടൊന്നും അറിയേണ്ട. 2.2 ഇൻറ്റു 10⁻22 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മൾ N1ൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഓക്സൈഡ് പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ, ഓക്സൈഡ് എന്നുണ്ട് കേട്ടോ, ഓക്സൈഡ് പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബാണ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്ററാണ് നമ്മൾ N1ൻ്റെ വാല്യൂ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. നിങ്ങളോട് ഒരു സെക്ഷൻ നമ്മളുടെ കംപ്ലീറ്റ് ആയി. എന്താണ്? ഒരു ഡീൽ ഗ്രൂവ് മോഡൽ യൂസ് ചെയ്തിട്ട് ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ഓക്സൈഡ് ഗ്രോത്ത് അല്ലെങ്കിൽ ഓക്സൈഡ് തിക്നെസ്. ഓക്കെ, ഹൗ ക്യാൻ വി പ്രെഡിക്റ്റ്. ഇപ്പം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഹൗ ക്യാൻ ദ ഗ്രോത്ത് എത്രത്തോളം റേറ്റ്. ഓക്കെ, അപ്പം ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. ഇനി ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്, ഇനി നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്സൈഡിൻ്റെ കേസിൽ നമുക്ക് ഓക്സൈഡ് ഗ്രോത്ത് നമുക്ക് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഓക്സൈഡ് ഗ്രോത്ത് റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഓക്സൈഡ് തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഓക്സൈഡ് ഗ്രോത്ത് റേറ്റ് എൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഓക്സൈഡിൻ്റെ തിക്നെസ് എത്രയായിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, അപ്പം അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഈ ഓക്സൈഡ് തിക്നെസ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, X0 എന്ന ടേം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ. X0 ഈസ് ആക്ച്വലി ഇത് നമ്മൾ ഡിഫ്യൂഷൻ J2 കണ്ടുപിടിക്കാൻ X0 എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. X0 എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ഓക്സൈഡ്. അപ്പം തിക്നെസ് ഓഫ് ഓക്സൈഡ് എന്ന് പറയുന്നത് X0 ആണ്. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് XI എന്നാണ്. ഓക്കെ, ടൈം T = 0 ഓക്സൈഡ് തിക്നെസ് XI. അപ്പം നമ്മുടെ ഓക്സൈഡ് നോർമൽ തിക്നെസ് എന്ന് പറയുന്നത് X0 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റ് ടൈം T = 0 അതായത് ഇനിഷ്യൽ ഓക്സൈഡ് തിക്നെസ് XI. അപ്പം ഈ ഒരു കേസിൽ
നമ്മൾ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക, രക്ഷയുള്ളൂ. നമ്മൾ കുറേ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പറയേണ്ടി വരും. ഇതിനകത്തെ മെയിൻ പോയിന്റ്സ് മാത്രം ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ അറ്റ് ടൈം ടി ഈസ് ഇക്വൽ ടു 0 ദ ഓക്സൈഡ് തിക്നെസ് ഈസ് xi. അപ്പം ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഓക്സൈഡ് തിക്നെസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സൈഡിൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ x0² പ്ലസ് AX0 പ്ലസ് B ഇൻറ്റു ടി പ്ലസ് ടൗ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സൈഡ് തിക്നെസ് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷനിലേക്ക് പോകുന്നത്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് x0² പ്ലസ് AX0 ഈക്വൽ ടു B ഇൻറ്റു ടി പ്ലസ് ടൗ എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ ഓരോ ടേംസിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഇക്വേഷൻ 2D ഇൻറ്റു 1/KS പ്ലസ് 1/HG. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് 2D HPG ഡിവൈഡഡ് ബൈ N1. ടൗ എന്ന് പറയുന്നത് x1² പ്ലസ് AXI ഡിവൈഡഡ് ബൈ B. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് x0 എന്ന് പറയുന്നത് തിക്നെസ് ആണെന്നറിയാം, തിക്നെസ് ഓഫ് ഓക്സൈഡ് ലെയർ. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ടൗ എന്ന് പറയുന്ന ടേംസും നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഇക്വേഷൻ 6ൽ നിന്നും വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഇത് ടൗ ഈസ് ആക്ച്വലി ഷിഫ്റ്റ് ഇൻ ടൈം കോർഡിനേറ്റ് ടു അക്കൗണ്ട് ഫോർ ദ പ്രസൻസ് ഓഫ് ഇനിഷ്യൽ ഓക്സൈഡ് ലെയർ xi. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ടൗ ബൈ യൂസിങ് എന്താണ് നമ്മളുടെ xi, അതായത് ഇനീഷ്യൽ നമ്മളുടെ ഓക്സൈഡ് തിക്നെസ്സിൽ നിന്നുമാണ് നമ്മൾ മെയിനായിട്ട് ടൗവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക, നമുക്ക് ഈ ഇക്വേഷൻ, ഈ 6th ഇക്വേഷൻ ആണ് നമ്മളുടെ ബേസിക് ആയിട്ട് തിക്നെസ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഓക്സൈഡ് തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിലേക്ക് പോകുന്നത്. അപ്പം x0² പ്ലസ് AX0 ഈസ് ഈക്വൽ ടു B ഇൻറ്റു ടി പ്ലസ് ടൗ എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് എയും ബിയും നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൗ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നോക്കുക, സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ 6th ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x0/a/2 ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. നമ്മളുടെ പ്രോബ്ലം ഒക്കെ ചോദിച്ചിട്ടുള്ളത് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ചോദിക്കേണ്ടി വരും. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ഓക്സൈഡ് തിക്നെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് x0/a/2 ഈക്വൽ ടു 1 പ്ലസ് ടി പ്ലസ് ടൗ ഡിവൈഡഡ് ബൈ a²/4b ഓൾ പവർ 1/2 മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അപ്പം x0/a/2 ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എയും ബിയും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അവിടെ തന്നിട്ടുണ്ട്. അത് നോർമലായിട്ട് ഒരു പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കറക്റ്റായിട്ട് തരും. എന്നിട്ട് ടൗവിൻ്റെ ഒക്കെ വാല്യൂ നിങ്ങൾക്ക് തരും. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം. ഈ x0 എന്ന് പറഞ്ഞാൽ അതാണ് ഓക്സൈഡ് തിക്നെസ്. അപ്പം 1 പ്ലസ് ടി പ്ലസ് ടൗ ഡിവൈഡ് ബൈ a²/4b ഓൾ പവർ 1/2 മൈനസ് 1. ഇതാണ് നമ്മളുടെ ഓക്സൈഡ് തിക്നെസ് കണ്ടുപിടിക്കാൻ നമ്മളുടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ 2 കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ലോങ് ഓക്സിഡേഷൻ ടൈമിൽ ആകുമ്പോൾ അതിൻ്റെ തിക്നെസ് എത്രയായിരിക്കും. അപ്പോൾ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓക്സിഡേഷൻ ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, തിക്നെസ് കൂടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്സിൻ്റെ കേസിൽ ഒരു ഓക്സിഡേഷൻ ടൈം ഈസ് ലോ, then the thickness will be small. But if you are just increasing the oxidation time, that will corresponds to the thickness will be increased. Therefore, here also the same thing which is actually happens. For long oxidation times, നമ്മൾ ഇപ്പോൾ 2 കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ലോങ് ഓക്സിഡേഷൻ ടൈമിൽ ഉള്ള ഓക്സൈഡിൻ്റെ തിക്നെസ്സും എന്താണ് ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിൽ ഉള്ള. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും ഒരു പ്രോബ്ലത്തിനകത്ത് ലോങ് ഓക്സിഡേഷൻ ടൈമിൽ ഉള്ള ഓക്സൈഡിൻ്റെ തിക്നെസ് എത്രയായിരിക്കും, ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിൽ ഉള്ള ഓക്സൈഡിൻ്റെ തിക്നെസ് എത്രയായിരിക്കും. അപ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്നും നമ്മൾ ലോങ് ഓക്സിഡേഷൻ ടൈമിൽ ആകുന്ന സമയത്തുള്ള ഓക്സൈഡിൻ്റെ തിക്നെസ് നമുക്ക് കിട്ടുന്നത് x0² ഈസ് ഈക്വൽ ടു BT എന്നായിരിക്കും. ആ സമയത്ത് ടൗവിൻ്റെ വാല്യൂ വെരി വെരി ഗ്രേറ്റർ ദാൻ ടൗ, ടിയുടെ വാല്യൂ വെരി വെരി ഗ്രേറ്റർ ദാൻ ടി എന്ന് പറയുന്നത് ഓക്സൈഡ്
ഓക്സിഡേഷൻ ടൈമാണ്. അതുപോലെ തന്നെ എ സ്ക്വയർ ബിയേക്കാളും വളരെ കൂടുതലാണ്. ദെർഫോർ വി ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് നോട്ട് സ്ക്വയർ ഈസ് ഇക്വൽ ടു ബി ടി എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സ് നോട്ട് സ്ക്വയർ ഈസ് ഇക്വൽ ടു ബി ടി വിച്ച് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് parabolic law and the process is said to be diffusion controlled. ലോങ് ഓക്സിഡേഷൻ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഓക്സിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കൺട്രോൾഡ് പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ long oxidation time, oxide thickness for long oxidation time and short oxidation time. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ പരാബോളിക് റേറ്റ് കോയിഫിഷ്യൻറ്റ്, വാട്ട് ഈസ് പരാബോളിക് റേറ്റ് കോയിഫിഷ്യൻറ്റ്, ലീനിയർ റേറ്റ് കോയിഫിഷ്യൻറ്റ്, അങ്ങനെയൊക്കെ ഇക്വേഷൻ വരുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ബി എന്ന് പറയുന്ന ടേമാണ് എക്സ് നോട്ട് ഈസ് ഇക്വൽ ടു ബി ടി എന്നുള്ളതിൽ ബി എന്ന് പറയുന്ന ടേമാണ് നമ്മളുടെ പരാബോളിക് റേറ്റ് കോയിഫിഷ്യൻറ്റ് എന്ന് വിളിക്കുക. അപ്പം ലോങ് ഓക്സിഡേഷൻ ടൈം ആണെങ്കിൽ എക്സ് നോട്ട് സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ബി ടി ആയിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ഓക്സിഡേഷൻ ടൈം ആണെങ്കിൽ ദ വാല്യൂ ഓഫ് എക്സ് നോട്ട് വിൽ ബി ബി ബൈ എ ഇൻറ്റു 1t പ്ലസ് ടൗ എന്ന് ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ഇക്വേഷനിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. ആ സമയത്ത് ഈ ലോങ് ഓക്സിഡേഷൻ ടൈമിൻ്റെ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ടി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ടൗ. അതുപോലെ തന്നെ ടി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ ബൈ 4b. ഫ്രം ദാറ്റ് വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് എന്താണ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? ബി ടി എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു ബി ടി എന്ന് കിട്ടും. ഷോർട്ട് ഓക്സിഡേഷൻ ടൈം ആണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, ടി ഈസ് വെരി വെരി ലെസ് ദാൻ ടൗ ആൻഡ് ഓൾസോ ടി ഈസ് വെരി വെരി ലെസ് ദാൻ a square by 4b for short oxidation time. Therefore, in that case, we can get the value of x naught as b by a t plus tau. ഇതായിരിക്കും നമ്മളുടെ ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിലുള്ള ഓക്സൈഡിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ ലോങ് ഓക്സിഡേഷൻ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനെ നമ്മൾ പരാബോളിക് ലോ എന്നും, നമ്മൾ ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിൽ നമ്മൾ കിട്ടുന്ന ഈ ഇക്വേഷനെ എക്സ് നോട്ടിൻ്റെ ഇക്വേഷനെ ലീനിയർ ലോ എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഈ ലോങ് ഓക്സിഡേഷൻ ടൈമിൽ ഉള്ള ഓക്സിഡേഷൻ തിക്നെസ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കൺട്രോൾഡും, അതുപോലെ തന്നെ ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിൽ ഉള്ള ഓക്സിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ കൺട്രോൾഡുമാണ്. ഓക്കെ, ഈ രണ്ട് ടേം നിങ്ങൾ മനസ്സിലാക്കിയുള്ള. ലോങ് ഓക്സിഡേഷൻ ടൈമിൽ ഡിഫ്യൂഷൻ കൺട്രോൾഡ് പ്രോസസ്സ് എന്ന് നമ്മൾ വിളിക്കും. ദാറ്റ് ഈസ് ആൻഡ് ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിലെ പ്രോസസ്സിനെ നമ്മൾ റിയാക്ഷൻ കൺട്രോൾഡ് എന്ന് വിളിക്കും. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബി ബൈ എ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ലീനിയർ റേറ്റ് കോയിഫിഷ്യൻ്റ് എന്നും, നമ്മൾ ലോങ് ഓക്സിഡേഷൻ ടൈമിലുള്ള ബി എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്താണ് പരാബോളിക് റേറ്റ് കോയിഫിഷ്യൻസും എന്നും വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുക. വാട്ട് ഈസ് ഓക്സിഡേഷൻ പ്രോസസ്സ്. അപ്പം ഈ ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് ഓക്സിഡേഷൻ പ്രോസസ്സിൽ നമ്മളിപ്പോൾ കണ്ടത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് നോക്കുവാണെങ്കിൽ, നമ്മൾ എന്തിനാണ് നമ്മൾ ഡീൽ ഗ്രൂവ് മോഡലിലേക്ക് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്തത് ഓരോ ലെയറിലെയും ഉള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഓക്സിജൻ ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ആ ഫ്ലക്സിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഓരോ ടൈമും എഴുതി. അത് കഴിഞ്ഞിട്ട് ഈ കേസ് വെച്ചിട്ട് നമ്മൾ സി നോട്ടിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്നും നമ്മളുടെ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് സി ഐയുടെയും സി നോട്ടിൻ്റെയും വാല്യൂ കിട്ടി. പിന്നെ നമ്മൾ ചെയ്തത് നമ്മൾ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണും. J3/N1 ആണ്. അപ്പം ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് ഓക്സൈഡ് തിക്നെസ് ആണ്. ഓക്കെ, ഈ ഓക്സൈഡ് തിക്നെസ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ടി പ്ലസ് ടൗ എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ബൈ എ ബൈ 2 ഈക്വൽ ടു 1 പ്ലസ് ടി പ്ലസ് ടൗ ഡിവൈഡ് ബൈ എ സ്ക്വയർ ബൈ 4b ഓൾ പവർ 1/2 - 1 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? ഫോർ ഷോർട്ട് ഓക്സിഡേഷൻ ടൈമും ലോങ് ഓക്സിഡേഷൻ ടൈമിലും ഉള്ള സെപ്പറേറ്റ് ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. അതായത് നമ്മളുടെ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഓക്സൈഡ് തിക്നെസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ടൈമിൻ്റെ വാല്യൂ നമ്മൾ ഓക്സിഡേഷൻ പ്രോസസ്സ് ലോങ് ടൈമിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ
അതിനെ ലോങ് ഓക്സിഡേഷൻ ടൈമിൽ ഉള്ള ഇക്വേഷൻ എന്നും, അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ടൈമിൽ മാത്രമേ നമ്മളുടെ ഓക്സിഡേഷൻ നടത്തുന്നുള്ളൂ എങ്കിൽ അതിനെ ഷോർട്ട് ഓക്സിഡേഷൻ ടൈം എന്നും വിളിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് എക്സ് നോട്ട് സ്ക്വയർ ഈസ് ഇക്വൽ ടു ബി ടി ഫോർ ലോങ് ഓക്സിഡേഷൻ ടൈം ആൻഡ് എക്സ് നോട്ട് ഈസ് ഇക്വൽ ടു ബി ബൈ എ ടി പ്ലസ് ടൗ ഫോർ ഷോർട്ട് ഓക്സിഡേഷൻ ടൈം. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്ത ലോങ് ഓക്സിഡേഷൻ ടൈമിനെ നമ്മൾ ഡിഫ്യൂഷൻ കൺട്രോൾ എന്നും ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിനെ നമ്മൾ റിയാക്ഷൻ കൺട്രോൾഡ് എന്നും വിളിക്കുന്നു. ദഫോ അതുപോലെ തന്നെ വാട്ട് ഈസ് ബി എന്ന് പറയുന്ന ടൈം, ബി എന്ന് പറയുന്നത് പരാബോളിക് റേറ്റ് കോഫിഷ്യൻ്റ് ആണ്, ബി ബൈ എ എന്ന് പറയുന്നത് ലീനിയർ റേറ്റ് കോഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചോളൂ അത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, ബൈഹാർട്ട് ചെയ്തേ മതിയാവൂ, വേറെ ഒരു രക്ഷയില്ല. ഓക്കെ, എല്ലാവരും ഇവിടെ ഇല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു പ്രോബ്ലമാണ്. നമുക്ക് ഈ ഫസ്റ്റ് മോഡ്യൂളിലാണ് മെയിനായിട്ട് പ്രോബ്ലംസ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പം നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഈസ് ദ തിക്നെസ് ഓഫ് ഓക്സൈഡ് ഗ്രോൺ ബൈ വെറ്റ് ഓക്സിഡേഷൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 1200 ഡിഗ്രി സെൽഷ്യസ് അറ്റ് tau is equal to 0 and A is equal to 0.05 micrometer, B is equal to 0.720 micrometer square per hour. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് തിക്നെസ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമ്മളോട് പ്രത്യേകിച്ച് വെറ്റ് ഓക്സിഡേഷൻ പ്രോസസ്സാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇത് എന്താണ് ഒരു ലോങ് ഓക്സിഡേഷൻ ടൈം ആണെന്നോ ഷോർട്ട് ഓക്സിഡേഷൻ ടൈം ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമ്മൾ ഈ കണ്ട ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. എക്സ് നോട്ട് ബൈ എ ബൈ 2 ഈക്വൽ ടു 1 ബൈ ടി പ്ലസ് ടൗ എ സ്ക്വയർ ബൈ 4b 1 ബൈ 2 മൈനസ് 1. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്സൈഡിൻ്റെ തിക്നെസ്, വെറ്റ് ഓക്സിഡേഷൻ, അതായത് വെറ്റ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ തെർമൽ ഓക്സിഡേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഡീൽ ഗ്രൂവ് മോഡൽ ഈസ് ആക്ച്വലി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് തിക്നെസ് ഓഫ് ഓക്സൈഡ് ലെയർ. അപ്പം ഓക്സൈഡ് ലെയറിൻ്റെ തിക്നെസ് പ്രെഡിക്റ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്സൈഡിൻ്റെ തിക്നെസ് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വി ക്യാൻ സി എന്താണ് ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കുക. ടൗ ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഡി നോട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ അവിടെ നമ്മുടെ ഇക്വേഷനിൽ എക്സ് നോട്ട് എന്നാണ്. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ, അപ്പോൾ അത് കൺഫ്യൂഷൻ ആകണ്ട. ഡി നോട്ട് ആൻഡ് എക്സ് നോട്ട് ഈസ് സെയിം ഹിയർ. അപ്പം ഡി നോട്ട് ബൈ എക്സ് നോട്ട് ബൈ എ ബൈ 2 ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടി പ്ലസ് ടൗ എ സ്ക്വയർ ബൈ 4b ഓൾ പവർ 1 ബൈ 2 മൈനസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇവിടെ ടൗവിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ടൗ ഈസ് ഈക്വൽ ടു 0, ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ ഡി നോട്ട് എന്ന് പറയുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, തിക്നെസ് ഓഫ് ഓക്സൈഡ് ഗ്രോൺ ബൈ വെറ്റ് ഓക്സിഡേഷൻ. എക്സ് നോട്ട് കണ്ടുപിടിക്കണം. ആൻഡ് എ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ദെർഫോർ we can easily directly find out the value of this. Okay, അപ്പം നമുക്കറിയാം we can say and the thickness of oxide gone by temperature of 1000 degree Celsius, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ വാല്യൂസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉള്ള ചാൻസ് ഉള്ളത് ഈ ടൈം എത്ര കൊടുക്കണം എന്നാണ്. ആക്ച്വലി നമുക്കിവിടെ ടി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പം ഈ ടി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യാം, ടിയുടെ വാല്യൂ 100 അവറും ഉള്ളത്, അതായത് ലോങ് ഓക്സിഡേഷൻ ടൈമിൽ ഉള്ളതും ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിൽ ഉള്ളതും ടൈമും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് നമ്മൾ നോർമലായിട്ട് ചൂസ് ചെയ്യുന്നത് 0.01 അവറും 100 അവറും. 0.01 ആകുമ്പോൾ ഡി നോട്ടിൻ്റെ വാല്യൂ നമ്മൾ കാണുന്നു ആദ്യം, അതൊരു 0.006 മൈക്രോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ലോങ് ഓക്സിഡേഷൻ ടൈം ആണെങ്കിൽ 100 അവർ ആ സമയമാകുമ്പോൾ അവിടെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളുടെ തിക്നെസ് ഏതിനനുസരിച്ചായിരിക്കും കൂടുന്നത്? ടൈം കൂടുന്നതിനനുസരിച്ച്. അപ്പം ടൈം 0.01 അവർ ആവുന്ന സമയത്ത് 0.006 മൈക്രോമീറ്റർ ആയിരുന്നെങ്കിൽ
നമുക്ക് 100 hour ആകുമ്പോൾ നമുക്ക് ഉള്ള തിക്നെസ് നോക്കി 0.846 മൈക്രോമീറ്റർ നമുക്ക് കിട്ടി. അപ്പം ഓക്സിഡേഷൻ ടൈം വിച്ച് ഈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഓക്സൈഡിന്റെ തിക്നെസ് ഓൾസോ വിൽ ഇൻക്രീസസ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്തത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ യതുൽ? യതുൽ സർ, യതുൽ? സർ. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ദ തിക്നെസ് വെൻ ഇറ്റ് ഈസ് ഗ്രോൺ ബൈ വെറ്റ് ഓക്സിഡേഷൻ and when it is grown by dry oxidation at a temperature of 1000 degrees Celsius. Assume for wet oxidation A is equal to 0.226 micrometer, B is 0.287 micrometer square per hour, tau is equal to 0. For dry oxidation A is equal to 0.165 micrometer, B is equal to 0.047 micrometer square per hour, tau is equal to 0.37 അവർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഓക്സൈഡ് തിക്നെസ് വെൻ ഇറ്റ് ഈസ് ഗ്രോൺ ബൈ വെറ്റ് ഓക്സിഡേഷൻ, അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഓക്സൈഡ് തിക്നെസ് വെൻ ഇറ്റ് ഈസ് ഗ്രോൺ ബൈ വെറ്റ് ഓക്സിഡേഷൻ. നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വെറ്റ് ഓക്സിഡേഷൻ ഏതാണ്, ഡ്രൈ ഓക്സിഡേഷൻ ഏതാണ്, അങ്ങനെ സെപ്പറേറ്റ് ഇക്വേഷനൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇത് അവർ നിങ്ങൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വെറ്റ് ഓക്സിഡേഷൻ ആണെങ്കിലും ഡ്രൈ ഓക്സിഡേഷൻ ആണെങ്കിലും നമുക്ക് ടേംസ് എല്ലാം നമുക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് തിക്നെസ് വെൻ ഇറ്റ് ഈസ് ഗ്രോൺ ബൈ വെറ്റ് ഓക്സിഡേഷൻ ആൻഡ് വെൻ ഇറ്റ് ഈസ് ഗ്രോൺ ബൈ ഡ്രൈ ഓക്സിഡേഷൻ അറ്റ് ടെമ്പറേച്ചർ ഓഫ് 1000 ഡിഗ്രി സെൽഷ്യസ്. വെറ്റ് ഓക്സിഡേഷനുള്ള എയുടെയും ബിയുടെയും ടൗവിൻ്റെയും വാല്യൂ, ഡ്രൈ ഓക്സിഡേഷനുള്ള എയുടെയും ബിയുടെയും ടൗവിൻ്റെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വെറ്റ് ഓക്സിഡേഷനുള്ള തിക്നെസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. ഡി നോട്ട് ബൈ അല്ലെങ്കിൽ എക്സ് നോട്ട് ബൈ a/2 ആ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനകത്തും അറിയത്തില്ലാത്ത ഒരു ടേമേ ഉള്ളൂ, ടിയുടെ വാല്യൂ ആണ്. അപ്പം അത് നേരത്തെ ചെയ്ത പോലെ തന്നെ 0.01 കൊടുക്കുക, 100 hour കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, ഡി നോട്ടിൻ്റെ വാല്യൂ കിട്ടി. അതുപോലെ തന്നെ ഡ്രൈ ഓക്സിഡേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. ഡി നോട്ട് ഡിവൈഡഡ് ബൈ 0.165/2 equal to 1 plus t plus 0.37 divided by 0.165 whole square by 4 into 0.0. അതായത് ഇവിടെ ടൗവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 0.37 തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നേരത്തെ 0.01 അവർ ആകുമ്പോഴും 100 hour ആകുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി നോട്ടിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം ഇത് നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് അത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂസ് ആകണ്ട. ഇവിടെ വെറ്റ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഡീൽ ഗ്രൂവിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വെറ്റ് ഓക്സിഡേഷനിലും ഡ്രൈ ഓക്സിഡേഷനിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിക്നെസ് എന്തായിരിക്കും എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് കമ്പയർ ദ ഓക്സൈഡ് തിക്നെസ് ഗ്രോൺ ഫോർ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഓക്സിഡേഷൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 1200 ഡിഗ്രി സെൽഷ്യസ് ബൈ വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കമ്പയർ ദ ഓക്സൈഡ് തിക്നെസ് ഗ്രോൺ ഫോർ എ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഓക്സിഡേഷൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 1000 ഡിഗ്രി സെൽഷ്യസ് ബൈ വെറ്റ് ഓക്സിഡേഷൻ മെത്തേഡ് അറ്റ് 1200 ഡിഗ്രി സെൽഷ്യസ് എ ബി ടൗ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എയും ബിയും ടൗവും മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിലും ലോങ് ഓക്സിഡേഷൻ ടൈമിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സൈഡിൻ്റെ തിക്നെസ് കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട്. ഇപ്പോൾ ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിൽ നമുക്ക് അറിയാം ഓക്സൈഡ് തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് B/A T+τ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടതാണ് ഓൾറെഡി അല്ലേ. B/A T+τ എന്ന് പറയുന്ന ഇക്വേഷൻ ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിലും ലോങ് ഓക്സിഡേഷൻ ടൈമിൽ x02 = BT എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം ഫോർ ഷോർട്ട് ഓക്സിഡേഷൻ ടൈം D naught is equal to B/A T+τ. അപ്പം ബിയുടെ വാല്യൂവും എയുടെ വാല്യൂവും ടി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഓക്സിഡേഷൻ ടൈം ആകുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 0.01 അവർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ വാല്യൂസ് കിട്ടും. ലോങ് ഓക്സിഡേഷൻ ടൈമിൽ ഡി നോട്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ x02 എന്നാണ് നമ്മൾ നേരത്തെ എഴുതിയത്, BT എന്ന് എഴുതിയത്. അപ്പോൾ x0 എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം, x0 is equal to √BT. ഓക്കെ, ഡി നോട്ട് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡി നോട്ട് എന്ന് പറഞ്ഞാൽ x0 ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 100 hour നമുക്ക് കൊടുക്കാം.
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡി നോട്ടിൻ്റെ തിക്നെസ് നമുക്ക് കിട്ടി. അപ്പം അത് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ? ഓക്സൈഡ് തിക്നെസ് ഈസ് ഷോർട്ട് ഓക്സിഡേഷൻ ടൈം ആകുമ്പോൾ ഓക്സൈഡ് തിക്നെസ് ഈസ് ലോവർ കമ്പയർഡ് ടു ലോങ് ഓക്സിഡേഷൻ ടൈം. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഇതേ മോഡൽ തന്നെയാണത്. സിലിക്കൺ ഡയോക്സൈഡ് ഈസ് ഗ്രോൺ ബൈ വെറ്റ് ഓക്സിഡേഷൻ അറ്റ് 1000 degrees Celsius for 40 minutes followed by dry oxidation for 1 hour at 1200 degrees Celsius. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നേരത്തെ പോലെയല്ല. സിലിക്കൺ ഡയോക്സൈഡ് ഗ്രോൺ ബൈ വെറ്റ് ഓക്സിഡേഷൻ അറ്റ് 1000 degrees Celsius for 40 minutes followed by dry oxidation for 1 hour at 1200 degrees Celsius. ഡിറ്റർമൈൻ ദ തിക്നെസ് ഓഫ് ഓക്സൈഡ് ലെയർ ഫോംഡ്. അപ്പം ഇവിടെ നമുക്ക് 2 കേസസ് തന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വെറ്റ് ഓക്സിഡേഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡ്രൈ ഓക്സിഡേഷൻ ചെയ്തു 1 hourലേക്ക്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് വെറ്റ് ഓക്സിഡേഷനിലുള്ള തിക്നെസ്, ടോട്ടൽ തിക്നെസ് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? വെറ്റ് ഓക്സിഡേഷൻ്റെ സമയത്തുള്ള ബിയുടെയും ബി ബൈ എയുടെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഡ്രൈ ഓക്സിഡേഷൻ്റെ സമയത്ത് ബിയുടെയും ബി ബൈ എയുടെയും ടൗവിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം ലോങ് ഓക്സിഡേഷൻ പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ബൈ എ ടി പ്ലസ് ടൗ എന്ന് പറയുന്ന ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബിക്കോസ് നമുക്ക് ബി ബൈ എയും ടി പ്ലസ് ടൗ, അത് ആദ്യത്തെ കേസിൽ ടൗവിൻ്റെ വാല്യൂ തന്നിട്ടില്ല. വെറ്റ് ഓക്സിഡേഷൻ്റെ കേസിൽ നമുക്ക് ബിയും ബി ബൈ എയും, ഡ്രൈ ഓക്സിഡേഷനിൽ ബിയും ബി ബൈ എയും ടൗവും തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഡി നോട്ട് ഈസ് ഡി ബൈ എ ബൈ 2 ഈക്വൽ ടു 1 പ്ലസ് ടി പ്ലസ് ടൗ എ സ്ക്വയർ ബൈ 4b മൈനസ് 1. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ടും ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിൽ 40 മിനിറ്റ്സ് ആണ് ആദ്യത്തെ കേസിൽ തന്നിട്ടുള്ളത്. ഓക്കെ, 40 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഷോർട്ട് ടൈം രണ്ടും ഏകദേശം നമ്മൾ 0.01 ആണ് ഷോർട്ട് ടൈമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ 100 hour ആണ്. അപ്പം ഇത് എപ്പോഴും നമ്മളുടെ പ്രോസസ്സ് എല്ലാം നമ്മൾ നടക്കുന്നത് ഏതാണ്? ഷോർട്ട് ടൈമിലാണ്, അല്ലേ? ഷോർട്ട് ടൈമിലുള്ള നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബി ബൈ എ ടി പ്ലസ് ടൗ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ എന്താണ് വെറ്റ് ഓക്സിഡേഷൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡി നോട്ടിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ ബി ബൈ എ ടി പ്ലസ് ടൗ എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം അത് നമുക്കൊരു വാല്യൂ കിട്ടി. ഓക്കെ, ഒരു വാല്യൂ കിട്ടി. ആ വാല്യൂ പ്ലസ് നമുക്ക് രണ്ടാമത്തെ ഡ്രൈ ഓക്സിഡേഷൻ്റെ കേസിലും ഇതേപോലെ ചെയ്യുക. ബി ബൈ എ ഇൻറ്റു ടി പ്ലസ് ടൗ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കിട്ടും. അപ്പം ഇത് പ്ലസ് ഇത് ആയിരിക്കും നമ്മളുടെ എന്താണ് ഓക്സൈഡ് ലെയർ, തിക്നെസ് ഓഫ് ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. രണ്ടിൻ്റെയും കേസിലുള്ള തിക്നെസ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടോട്ടൽ തിക്നെസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ കേസിൽ നിങ്ങൾക്ക് വെറ്റ് ഓക്സിഡേഷൻ്റെ കേസിൽ എന്ത് തന്നിട്ടില്ല? ടൗ തന്നിട്ടില്ല. അപ്പോൾ ടൗ എന്തായിട്ട് എടുക്കാം? നിങ്ങൾക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പം ടിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ 40 മിനിറ്റ്സ് ആണ്, വെറ്റ് ഓക്സിഡേഷൻ 40 മിനിറ്റ്സ്. അപ്പോൾ ടിക്ക് വരാൻ 40 മിനിറ്റ്സ് എടുക്കുക. അപ്പം അവറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തത് 1 hour ആണ്, അല്ലേ? 1 hour 60 മിനിറ്റ്സ്. ഓക്കെ, 1 hour എന്ന് പറയാൻ അത് 1 കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. അപ്പോൾ അതൊരു വാല്യൂ കിട്ടി. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ ഓക്സൈഡ് തിക്നെസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള എന്താണ് ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് തെർമൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും. അപ്പം നമ്മളുടെ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആണ് നമ്മൾ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഓക്സിഡേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെറ്റ് ഓക്സിഡേഷൻ ഈസ് ദർ, ഡ്രൈ ഓക്സിഡേഷൻ ഈസ് ദർ, അതുപോലെ തന്നെ റാപ്പിഡ് തെർമൽ ഓക്സിഡേഷനും റാപ്പിഡ് തെർമൽ ഓക്സിഡേഷനും. ഇപ്പോൾ ഈ തെർമൽ ഓക്സിഡേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ
ഡീൽ ഗ്രൂവ് മോഡൽ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഡീൽ ഗ്രൂവ് മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓക്സൈഡിന്റെ തിക്നെസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വി ക്യാൻ ഏബിൾ ടു പ്രഡിക്ട് ദ തിക്നെസ് ഓഫ് ഓക്സൈഡ് ലെയർ ബൈ യൂസിങ് ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അത് എങ്ങനെയാണ് അത് വെച്ചിട്ട് നമ്മൾ ഓക്സൈഡിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുന്നത്, അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ലോങ് ഓക്സിഡേഷൻ ടൈമിൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, ഷോർട്ട് ഓക്സിഡേഷൻ ടൈമിൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡീൽ ഗ്രൂവ് മോഡൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇനി ജസ്റ്റ് അടുത്ത ടോപ്പിക്കിൻ്റെ ഒരു